നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷൻ മുതൽ കുമ്പഴ വരെ റോഡിന്റെ ശോച്യാവസ്ഥ യാത്രക്കാർക്ക് ഭീഷണിയാണ്. റോഡ് റീടാർ ചെയ്യണമെന്ന നിരവധി തവണ ആവശ്യമുയർന്നെങ്കിലും താൽക്കാലികമായ കുഴിയടക്കൽ മാത്രമാണ് അവിടെ നടക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ സ്ഥിരമായി പൊട്ടുന്നതും റോഡിന്റെ തകർച്ചയ്ക്ക് ഒരു കാരണമാണ്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രവീൺ, സ്ഥിരമായൊരു പരിഹാരമാണല്ലോ വേണ്ടത്, പക്ഷെ എപ്പോഴും ഈ റോഡിലെ കുഴികൾക്ക് താൽക്കാലികമായ പരിഹാരമാണ് ഉണ്ടാവുക. കുഴിയുണ്ടായി എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ ഉടനെ വന്ന് മണ്ണും ചരലും ഇട്ട് ആ കുഴി അങ്ങ് നികത്തും. ഒരു മഴ പെയ്താൽ അത് വീണ്ടും കുഴിയായി രൂപാന്തരം പ്രാപിക്കും. ഇതാണ് അവസ്ഥ. റോഷ്നി, തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിൽ ഈ കുമ്പഴ എന്ന സ്ഥലത്തിന് സമീപമാണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ഒരു സംസ്ഥാന പാത. ആ സംസ്ഥാന പാതയിൽ ഞാൻ നിൽക്കുന്ന ഭാഗത്തെ കുഴികളാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. പത്തനംതിട്ട നഗരത്തിന്റെ ആ ഭാഗം മുതൽ കുമ്പഴ വരെയുള്ള ഇത്രയും ദൂരം ഈ കാണുന്ന കുഴികൾ പോലെ പല കുഴികളും പല ഇടങ്ങളിലുമായി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗം ഇവിടെയെല്ലാം പല പ്രാവശ്യം ഇത് അറ്റകുറ്റപ്പണി നടത്തിയതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഓരോ മഴ വരുമ്പോഴും ഈ റോഡ് ഇളകിപ്പോവുകയും വീണ്ടും അവിടെ ഗട്ടർ ആകുന്ന അവസ്ഥ തന്നെയാണുള്ളത്. എത്രയോ ആളുകൾ ഇവിടെ വീണ്ടും പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു ചേട്ടൻ കൂടിയുണ്ട്. ആ ചേട്ടൻ പറയുന്നത് അദ്ദേഹത്തിന് എപ്പോഴും ഇവിടെ വീഴുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ മഴ കുറഞ്ഞതുകൊണ്ടാണ് ഈ ഗട്ടർ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴ ശക്തമാവുകയാണെങ്കിൽ ഈ ഗട്ടറിൽ നിറയെ വെള്ളമായിരിക്കും. ഒരിക്കലും ഇത് കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഇരുചക്ര വാഹന യാത്രികരൊക്കെ നല്ല വേഗതയിൽ ഇതുവഴി വരുമ്പോൾ ഈ കുഴികളിൽ വെള്ളമുണ്ടെന്ന് അറിയുകയില്ല. അവർ കുഴിയിൽ ചാടി അപകടം പറ്റും. അങ്ങനെയാണ് ആളുകൾക്കെല്ലാം അപകടം സംഭവിക്കുന്നത്. ചേട്ടൻ എത്ര പേരെ ഇതിനോടൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? 10-25 പേരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടി കൂടുതലും ബൈക്കും സ്കൂട്ടറുമാണ് ഏറ്റവും കൂടുതൽ മറിയുന്നത്. ഭാര്യയും ഭർത്താവിന് കഴിഞ്ഞിടയ്ക്ക് നാട്ടിലെല്ലാം പൊട്ടലായി അങ്ങനെ ആശുപത്രി കൊണ്ട് മിക്ക ദിവസങ്ങളുണ്ട്. ഒരു ദിവസം പോലും അപകടമില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. മഴയുള്ള സമയത്താണ്, വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്താണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. അപകടം സംഭവിക്കുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം അങ്ങ് നിറയും. ഇവിടുന്ന് മേളിൽ നിന്നെല്ലാം വെള്ളം വന്ന് നിറയും. നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റോഡ് കാണില്ല. റോഷ്നി, നമ്മോടൊപ്പം പത്തനംതിട്ട നഗരസഭ മുൻ ചെയർമാൻ, ഇപ്പോൾ DCC വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുരേഷ് കുമാർ ഉണ്ട്. ഇതിപ്പോൾ നിരന്തരം ജനങ്ങളുടെ ആവശ്യമാണ് ഇത് റീടാർ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ തടസ്സം? ഇപ്പോൾ എന്തെങ്കിലും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതേ സ്ഥിതിയായിരുന്നു ഈ റോഡിൻ്റെ ഗതി എന്ന് പറയുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്ക് ഗതാഗതം വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 9,01,20,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കലുങ്കുകളുണ്ട്, പാലങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ റോഡ് റീടാറിങ്, BM&BC മോഡലിൽ ടാറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ MLA ശ്രീ അബിൻ വർക്കിയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും മുൻകൈ എടുത്ത് അതിൻ്റെ പണികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. താമസിയാതെ പൂർത്തീകരിക്കും. ഏതായാലും 10 വർഷക്കാലം ജനങ്ങൾ അനുഭവിച്ച ആ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് നല്ലൊരു കാര്യമായിട്ട് അതിനെ കാണുകയാണ്. റോഷ്നി, ഓരോ പ്രാവശ്യവും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ കരാറുകാർക്ക് അറ്റകുറ്റപ്പണിക്കായിട്ട് കൊടുക്കുന്നത്. പക്ഷേ അത് ഓരോ പ്രാവശ്യവും അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ അത് ദിവസങ്ങൾക്കകം ഈ കാണുന്ന രീതിയിലേക്ക് റോഡുകൾ മാറുകയാണ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഒരിക്കലും അത് യാത്രികർക്ക് അത് അറിയാൻ കഴിയില്ല. ഇതിൻ്റെ 1 കിലോമീറ്റർ മാറിയാണ് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുള്ളത്. ശബരിമല തീർത്ഥാടന കാലത്ത് അടൂർ, അതായത് MC റോഡ് വഴി വരുന്ന തീർത്ഥാടകരെല്ലാം തന്നെ ശബരിമലയിലേക്ക് പോകുന്നത് ഈ കാണുന്ന വഴിയിൽ കൂടിയാണ്. ഈ കാണുന്ന വഴിയിൽ കൂടി പോയി പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കയറി അങ്ങനെയാണ് അവർ ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പോൾ ഓരോ ശബരിമല തീർത്ഥാടന കാലത്തും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്നത്. എന്നിട്ട് പോലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അറ്റകുറ്റപ്പണി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. റീടാറിംഗ് തന്നെ നടത്തണം. അത് ഉന്നത നിലവാരത്തിൽ തന്നെ റോഡ് ടാർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏതായാലും ഇപ്പോൾ ജനപ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ 5 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. എത്രയും വേഗം നിർമ്മാണം തുടങ്ങണമെന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യം. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. കരാർ കമ്പനിക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ കുഴികൾ അത് അവസാനിക്കുന്നേയില്ല. ആ കുഴികളിൽ വീണുകൊണ്ടുള്ള അപകടങ്ങൾ ലക്ഷം പിന്നാലെ എന്ന് പറയുന്നത് പോലെ